ഹലോ, ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിപ്പിച്ച് കുറച്ച് സ്റ്റുഡൻസ് ഇന്ന് ഗ്ലോബൽ വില്ലേജിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ ഗ്ലോബൽ വില്ലേജിൽ പോകുന്നതിന് മുന്നേ നമ്മളിവിടെ മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസമേ പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ബിൽഡിങ്ങിൽ തന്നെയുള്ള കുറച്ച് കുട്ടികളാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ പ്രോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി അപ്പം ഞാൻ പറഞ്ഞു, എങ്കിൽ പുറത്തുനിന്ന് വിളിക്കണ്ട, ഞാൻ തന്നെ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ ഓഫീസിൽ പോകാതെ ഇവിടെ വീട്ടിൽ തന്നെ ഇരുന്ന് രാവിലെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ് നേരെ ഞാൻ വന്നു. എന്നിട്ട് ഇവർക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് മൊത്തത്തിൽ 4 കുട്ടികളാട്ടോ ഉള്ളത്. അപ്പോൾ 4 പേർക്ക് മേക്കപ്പ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ഉച്ചയ്ക്ക് 1 മണിയായപ്പോഴേ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. കാരണം അതിനുശേഷം പിന്നെ കോസ്റ്റ്യൂമും ഹെയറും ആക്സസറീസും എല്ലാം ഉണ്ട്. പിന്നെ ഇവിടുന്ന് ഏകദേശം ഒരു 30 മിനിറ്റ്സ് ഉണ്ട് ഗ്ലോബൽ വില്ലേജ് എത്താൻ വേണ്ടി. കാരണം കുറച്ച് ട്രാഫിക് ഉള്ളൊരു ടൈമായിരുന്നു. അപ്പോൾ അത് കാരണം നേരത്തെ ഇറങ്ങണമല്ലോ, സമയത്ത് നമുക്ക് എത്തുകയും വേണം. അപ്പോൾ നമ്മുടെ അടുത്ത കുട്ടി ഇവിടെ ഇരുന്ന് ഇങ്ങനെ മേക്കപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രസമായിരുന്നു. കാരണം നല്ല രസം എന്ന് വെച്ചാൽ എല്ലാവരും കൂടി ഇരുന്നപ്പോൾ നല്ല രസമായിരുന്നു. പക്ഷേ എനിക്ക് പ്രോഗ്രാമിന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവർ കാരണം നമ്മൾ വീട്ടിനകത്ത് നിച്ച് പഠിപ്പിച്ചിട്ട് സ്റ്റേജിൽ കയറുമ്പം ബുദ്ധിമുട്ടാവുമോ, പേടിയാവുമോ. അത് പേടി തോന്നാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും കുറച്ച് വലിയ കുട്ടികളാണ്. എന്ന് വെച്ചാൽ ഒരു 3-ാം ക്ലാസ് 4-ാം ക്ലാസ്സൊക്കെ ആയി. പക്ഷേ ഇനി അടുത്ത 2 പേര് വളരെ ചെറിയ കുട്ടികളാണ്, UKG ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പേടിയാണ് എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ അവരാദ്യമായിട്ട് ഇങ്ങനെ സ്റ്റേജിൽ കയറുമ്പോഴത്തേക്ക് പേടിച്ചിട്ട് നിൽക്കുമോ, അങ്ങനെയൊക്കെ ആകെ ടെൻഷനായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ മേക്കപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് ഗ്ലോബൽ വില്ലേജിൽ എത്തിയിട്ടുണ്ട്. 3 പേര് ഞങ്ങളുടെ കൂടെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഒരാളുള്ളത് അറ്റത്ത് നടക്കുന്ന ആൾ അവരുടെ കാറിൽ തന്നെയാണ് വന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ എത്തി. നേരെ ഇന്ത്യൻ പവലിയനിലെ സ്റ്റേജിലായിരുന്നു. അപ്പോൾ നേരെ അങ്ങോട്ട് നടക്കുകയാണ്. ഇങ്ങനെ സമയം എടുക്കും തോറും ഇങ്ങനെ ടെൻഷൻ കൂടി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ കാണുന്ന സ്റ്റേജിലാണ് ഇവർ കളിക്കാൻ പോണത്. ഞങ്ങൾ വന്ന ടൈമിൽ ഇവിടെ ഒരു കുഞ്ഞു പോലും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല പേടിയായിരുന്നു. പക്ഷേ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളുടെ 5ാമത്തെ പ്രോഗ്രാമായിരുന്നു. സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു.